നമസ്കാരം. സംസ്ഥാനത്ത് മഴ ശക്തമാവുകയാണ്. മഴ മുന്നറിയിപ്പുകൾ വന്ന ഉടനെ അവധിയുണ്ടോ എന്ന ചോദ്യവും എല്ലാ കോണുകളിൽ നിന്നും ഉയരും, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഭാഗത്തു നിന്ന്. കളക്ടർമാരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെടെ ചോദ്യങ്ങളുടെ വലിയ നിര കാണാൻ കഴിയും. മാത്രമല്ല, ഫോണിലൂടെയും മറ്റും ഉദ്യോഗസ്ഥരെ വിളിച്ചു ചോദിക്കുന്നവരും ഒട്ടും കുറവല്ല. മറുപടി പറഞ്ഞു മടുത്തിട്ടാവണം. പാലക്കാട് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അതിന്റെ ചുരുക്കം ഇതാണ്: കുട്ടികളുടെ അവധി ചോദിച്ചുള്ള കോളുകൾ എടുക്കേണ്ടി വരുന്നത് വലിയ ബുദ്ധിമുട്ട് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാക്കുന്നുണ്ട്. തീരുമാനമെടുത്താൽ അത് മാധ്യമങ്ങൾ വഴി കൃത്യമായി അറിയിക്കും. ഇക്കാര്യത്തിൽ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ജാഗ്രത പുലർത്തണം എന്നാണ് അതിന്റെ ഒരു രത്ന ചുരുക്കം. അവധി പ്രഖ്യാപിക്കാത്തതിന് കാസർഗോഡ് കളക്ടറുടെ കമന്റ് ബോക്സിൽ മോശം കമന്റുകളുടെ മഴയാണ്. അവസാനം കമന്റ് ബോക്സ് തന്നെ ലോക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ വിഷയമാണ്. നമുക്കൊപ്പം ചേരുന്നത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ സംസ്ഥാന സെക്രട്ടറിയും അധ്യാപകനുമായിരുന്ന ജോജി കൂട്ടുമൽ, രക്ഷകർത്താക്കളായ ജിനിസ് പി മാത്യു, താര രവിശങ്കർ എന്നിവർ. ഞാൻ ആദ്യം ശ്രീ ജോജി കൂട്ടുമലിലേക്ക് പോവുകയാണ്. ശ്രീ ജോജി, ഈ വിഷയത്തിൽ എത്രത്തോളം ബുദ്ധിമുട്ട് അവർക്കുണ്ടാകുന്നു എന്നുള്ള ഒരു ഭാഗമുണ്ട്. അതിനെക്കുറിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ പാലക്കാട് ജില്ലാ കളക്ടറുടേതായിട്ട് വന്നിട്ടുള്ളത്. വലിയ ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നിർത്താതെയുള്ള നിരന്തരമായ കോളുകൾ, മറ്റൊന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയുള്ള ബന്ധം ജില്ലാ കളക്ടർമാർ ജനങ്ങളോട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ കയറി ഉള്ള ചോദ്യങ്ങൾക്കപ്പുറം അവധി പ്രഖ്യാപിച്ചില്ലെങ്കിൽ മോശം കമന്റുകൾ. എന്താണ് താങ്കൾക്ക് ഇതിൽ ആമുഖമായി പറയാനുള്ളത്? യഥാർത്ഥത്തിൽ കേരളത്തിന്റെ മൺസൂണും മഴയുമാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത്. നമ്മുടെ കൃഷിയും നമ്മുടെ പ്രകൃതി ഭംഗിയും നമ്മുടെ കാലാവസ്ഥയും ഒക്കെ നിലനിർത്തുന്നത് കേരളത്തിൽ ലഭിക്കുന്ന മഴയാണ്, ഈ മൺസൂണാണ്. പക്ഷെ നമ്മൾ ഇപ്പോഴും ഈ മൺസൂണിനെ വരവേൽക്കാൻ പഠിച്ചിട്ടില്ല എന്നാണ്. മൺസൂൺ വരും, അത് അനിവാര്യമാണ്, അത് ആവശ്യവുമാണ്. അങ്ങനെ വരുമ്പോൾ ചില അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്കത് മുൻകൂട്ടി അറിയാം. ചിലപ്പോൾ മരങ്ങൾ മറിഞ്ഞു വീഴുക, ചിലപ്പോൾ നദികളിൽ പെട്ടെന്ന് വെള്ളം ഉയരുക, ചിലപ്പോൾ ഗതാഗതം തടസ്സപ്പെടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് മുൻകൂട്ടി അറിയാം. നമ്മൾ ചെയ്യേണ്ടത് ഈ മൺസൂണിനെ വരവേൽക്കാൻ നമ്മൾ മുൻപേ കൂട്ടി സജ്ജമാകണം എന്നാണ്. മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള മരങ്ങൾ മുറിച്ചു മാറ്റുകയോ അവ സുരക്ഷിതമാക്കുകയോ ചെയ്യുക. നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റുകൾ അപകടാവസ്ഥയിലാണെങ്കിൽ അതിനെ സുരക്ഷിതമാക്കുക. അതുപോലെ സ്കൂൾ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ്, ഇപ്പൊ നിയമാനുസൃതം അത് വേണം. അത് മുൻകൂട്ടി തന്നെ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ സ്കൂൾ കെട്ടിടങ്ങൾ പ്രവർത്തിപ്പിക്കാൻ പറ്റൂ. അത് മുൻകൂട്ടി വാങ്ങി വെക്കുക. സ്കൂളിന് സമീപത്തുണ്ടാകുന്ന ദുരന്ത സാധ്യതകൾ എന്താണ് എന്ന് മുൻകൂട്ടി മനസ്സിലാക്കുക. വാഹനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് മുൻപേ കൂട്ടി ചെയ്തിട്ട് ഈ മൺസൂൺ വരാൻ വേണ്ടി നമുക്ക് ആഹ്ലാദത്തോടെ കാത്തിരിക്കാം. അങ്ങനെയുള്ള ഒരു സമീപനം നമ്മൾ ഇപ്പോ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വശം. മറ്റൊരു വശത്ത് നമ്മൾ അറിയേണ്ട ഒരു സംഗതി, കേരളത്തിലെ വിദ്യാലയങ്ങളൊന്നും ഇപ്പൊ പഴയ മാതിരിയല്ല. എല്ലാ വിദ്യാലയങ്ങളുടെയും കെട്ടിടങ്ങൾ വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഭൗതിക സാഹചര്യങ്ങൾ കേരളത്തിലെ വിദ്യാലയങ്ങൾക്ക് വളരെ വലിയ തോതിൽ വളർന്നിട്ടുണ്ട്, വികസിച്ചിട്ടുണ്ട്. കെട്ടിടങ്ങളൊക്കെ സുരക്ഷിതമായിട്ടുണ്ട്, സുരക്ഷിതമായ ചുറ്റുമതിലുകളുണ്ട്. നമ്മുടെ സ്കൂളുകളിലേക്ക് അത്ര പെട്ടെന്നൊന്നും വെള്ളം ഇരച്ചു കയറി വരില്ല. സാധാരണ പോലെ മലയിടിച്ചിലുണ്ടാവുകയോ അല്ലെങ്കിൽ ഉരുൾപൊട്ടുകയോ ഒക്കെ പോലെയുള്ള ദുരന്തങ്ങൾ ഒഴിവാക്കിയാൽ മറ്റ് സാഹചര്യങ്ങളിൽ നമ്മുടെ വിദ്യാലയങ്ങൾ അങ്ങനെ പെട്ടെന്ന് മഴയ്ക്കോ വെള്ളത്തിനോ അടിപ്പെടുന്ന തരത്തിലല്ല. ആ കെട്ടിടങ്ങളെല്ലാം മെച്ചമായിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു 15-20 കൊല്ലം മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല. അന്ന് മഴ പെയ്താൽ സ്കൂളുകൾ, കെട്ടിടങ്ങൾ അപകടത്തിലാവും എന്ന് എല്ലാവരും ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് അന്ന് ആകാശത്ത് മഴക്കാറ് കണ്ടാൽ നമ്മൾ അപ്പോൾ തന്നെ അവധി പ്രഖ്യാപിക്കുമായിരുന്നു. ഇന്ന് യഥാർത്ഥത്തിൽ അങ്ങനെ അവധി പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല. നമ്മുടെ വിദ്യാലയങ്ങൾക്ക് ഇങ്ങനെ അവധി പ്രഖ്യാപിക്കുന്നത് നമ്മുടെ പഠന ദിനങ്ങൾ കുറയാനാണ് കാരണമാകുന്നത്. അങ്ങനെ ജില്ല മൊത്തത്തിൽ അവധി കൊടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്: ഒരു ജില്ലയ്ക്കാണ് അവധി. പക്ഷേ ചില സവിശേഷ പ്രദേശങ്ങളിൽ ചിലപ്പോ അപകടകരമായ അവസ്ഥ ഉണ്ടായേക്കാം. ഇപ്പൊ മലയോര ഗ്രാമങ്ങളിൽ വഴിവക്കിൽ കാട്ടുമൃഗങ്ങൾ ഇറങ്ങി വരികയോ പെട്ടെന്ന് മഴവെള്ളം കുത്തിയൊലിച്ചു വരികയോ ചെയ്യാവുന്ന ചെറിയ പ്രദേശങ്ങൾ കണ്ടേക്കാം മലയോര ഗ്രാമങ്ങളിൽ. അതുപോലെ തീരദേശ പ്രദേശങ്ങളിൽ ചിലപ്പോ അമ്മാതിരിയുള്ള അപകടങ്ങൾ കണ്ടേക്കാം.
എങ്ങനെ നോക്കിയാലും ഏത് രൂപത്തിൽ അളന്ന് നോക്കിയാലും ഒരു ജില്ലയെ മുഴുവനും ബാധിക്കുന്ന തരത്തിലുള്ള മഴക്കാല അപകടങ്ങൾ നമുക്ക് കാര്യമായി ഉണ്ടാവാറില്ല, വലിയ പ്രകൃതി ദുരന്തങ്ങളെ ഒഴിച്ച് മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള കാര്യങ്ങളിൽ. അതുകൊണ്ട് കളക്ടർ ഇങ്ങനെ അവധി പ്രഖ്യാപിക്കുന്ന ഒരു രീതി തന്നെ മാറ്റണം. ഇപ്പൊ കളക്ടർക്ക് ഒരു വിവേചനാധികാരം ഉണ്ട്. നിലവിലുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ പരിശോധിച്ച്, ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പുകൾ പരിശോധിച്ച് അവധി പ്രഖ്യാപിക്കാൻ കളക്ടർക്ക് ഒരു വിവേചനാധികാരമുണ്ട്. ആ അധികാരം ഉപയോഗിച്ചാണ് കളക്ടർ അത് ചെയ്യുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അങ്ങനെയല്ല. ഏത് പ്രദേശത്താണോ പ്രകൃതി ദുരന്തം ഉണ്ടാവുക, ഏത് പ്രദേശത്താണോ അപകടകരമാവുക, അത്തരം പ്രദേശങ്ങളിൽ ചിലപ്പോൾ അവധി വേണ്ടി വന്നേക്കാം. അത് സ്പെസിഫിക് ആയി കണ്ടെത്തണം. അത് സ്പെസിഫിക് ആയി കണ്ടെത്താൻ നമുക്ക് ധാരാളം സംവിധാനമുണ്ട്. നമ്മുടെ കാലാവസ്ഥാ വകുപ്പ് വളരെ കാര്യക്ഷമമാണ്. അവർ കൃത്യമായ നിർദ്ദേശങ്ങൾ, മുന്നറിയിപ്പുകൾ ഇപ്പോൾ നൽകുന്നുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റി വളരെ കൃത്യമായ മുന്നറിയിപ്പുകൾ കൊടുക്കുന്നുണ്ട്. എല്ലാ വിദ്യാലയത്തിലും ഒരു വിദ്യാലയ സുരക്ഷാ സമിതിയും വിദ്യാലയ സുരക്ഷാ രജിസ്റ്ററും വേണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ രജിസ്റ്ററിൽ വിദ്യാലയ പരിസരത്ത് കഴിഞ്ഞ ഒരു കൊല്ലം ഉണ്ടായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ എന്തെല്ലാമാണെന്ന് രേഖപ്പെടുത്താനും അതിന്റെ അടിസ്ഥാനത്തിൽ ഭാവിയിൽ ഉണ്ടാകാവുന്ന അപകടങ്ങൾ രേഖപ്പെടുത്താനും നിർദ്ദേശമുണ്ട്. അവയൊക്കെ രേഖപ്പെടുത്തി വെക്കുകയാണെങ്കിൽ നമുക്ക് ഏത് പ്രദേശത്താണ് ഇത്തരം അപകടം ഉണ്ടാവുക എന്ന് മുൻകൂട്ടി കാണാൻ പറ്റും. അത്തരം പ്രദേശങ്ങളിൽ നമുക്ക് ചിലപ്പോൾ അവധി വേണ്ടി വന്നേക്കാം. അതുകൊണ്ട് അവധി കൊടുക്കുക എന്നുള്ളത് ജില്ലാ തലത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമല്ല. അവധി കൊടുക്കുക എന്നുള്ളത് അപകടകരമായ സ്ഥിതി നേരിടുന്ന പ്രദേശത്ത് പ്രാദേശികമായി മാത്രം ചെയ്യേണ്ട ഒരു സംഗതിയാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ മറ്റ് അതിഥികളിലേക്ക് കൂടി പോയിട്ട് താങ്കളിലേക്ക് ഒന്നുകൂടി വരാം. രക്ഷകർത്താക്കൾ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്, താരയും ജീനിസും. ഞാൻ താരയിലേക്ക് ആദ്യം പോകുന്നു. താര, ഈ അധ്യാപകനായ അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞു. എന്തുകൊണ്ട് ഒരു മൊത്തത്തിലൊരു അവധി കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അദ്ദേഹം വിശദീകരിച്ചത്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ജില്ലാ കളക്ടർക്ക് ഈ അവധി പ്രഖ്യാപിക്കുക എന്നുള്ളൊരു ജോലി മാത്രമല്ല ഉള്ളത്. അവർക്ക് പല പല ജോലികളുണ്ട്. അതിനിടയ്ക്കാണ് ഇത്തരത്തിൽ ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരുന്നത്. മറ്റൊന്ന്, ഈ ഫേസ്ബുക്ക് പേജിൽ, അവരുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ കയറിയിട്ട് അവധി ഇല്ല എന്ന് പറയുമ്പോഴേക്കും മോശം കമൻറ്റുകൾ, അതിപ്പോൾ എല്ലാ കാര്യത്തിലും ഈ മോശം കമൻറ്റുകൾ വലിയ വില്ലനായി വരുന്നുണ്ട്. അതേസമയം രക്ഷകർത്താക്കൾ എന്ന നിലയ്ക്ക് നമുക്ക് കൃത്യമായിട്ട് എപ്പോൾ സ്കൂളുണ്ട് സ്കൂളില്ല എന്നുള്ളതൊക്കെ കൃത്യമായി, അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി എന്നുള്ളത് നേരത്തെ അറിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും കൃത്യമാക്കി വെക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ മിക്കയിടങ്ങളിലും രണ്ട് രക്ഷകർത്താക്കളും ജോലിക്ക് പോകുന്നവരായിരിക്കും. കുഞ്ഞിനെ സ്കൂളിൽ വിട്ട് ആ ഒരു സമയക്രമം കൃത്യമാക്കിയൊക്കെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും. പെട്ടെന്ന് അതിലൊരു ഒരു താളം തെറ്റലുണ്ടാകുന്നത് ഈ ഒരു അവധി പ്രഖ്യാപനത്തിലൂടെ ആയിരിക്കും. അപ്പോൾ എന്താണ് രക്ഷകർത്താവ് എന്ന നിലയിൽ ഈ വിഷയത്തിൽ സംസാരിക്കാനുള്ളത്? ഞാൻ പറഞ്ഞു വന്ന ആ വിഷയം തന്നെയാണ് ഏറ്റവും പ്രധാനം. രാവിലെ കുട്ടികളെ ഇപ്പോഴാണെങ്കിൽ സ്കൂളുകളെല്ലാം വളരെ നേരത്തെയാണ് ആരംഭിക്കുന്നത്. നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ 9:30-ക്കോ 10 മണിക്കോ തുടങ്ങിയിരുന്ന സ്കൂളുകൾ പോലെയല്ല. ഇപ്പൊ സ്കൂളുകളെല്ലാം രാവിലെ 8 മണിക്കും 8:30-ക്കും ക്ലാസ് തുടങ്ങുകയാണ്. കേന്ദ്രീയ വിദ്യാലയങ്ങളൊക്കെ ആണെങ്കിൽ രാവിലെ 7 മണിക്കാണ് ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ബാച്ചസ് നേരത്തെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ദിനം എന്ന് പറയുന്നത്, ഇപ്പൊ 2 പേര് ജോലിക്ക് പോകുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ആ കുട്ടികളെ സ്കൂളിലേക്ക് വിടുക എന്നുള്ളതും വലിയൊരു ടാസ്ക്കാണ്. അപ്പൊ അത് വേണ്ടി അതിരാവിലെ എഴുന്നേറ്റ് അവർക്ക് രാവിലത്തേക്കുള്ള പ്രഭാത ഭക്ഷണമായാലും ഉച്ചഭക്ഷണമായാലും പിന്നെ അവരെ കുളിച്ച് റെഡിയാക്കി അവരെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുക. അവരുടെ സ്കൂൾ വാനുകൾ ഏകദേശം ക്ലാസ് തുടങ്ങുന്നതിന് 1 മണിക്കൂറോ 1.5 മണിക്കൂറോ മുമ്പ് നമ്മുടെ കൃത്യമായ സ്റ്റോപ്പിൽ എത്തിച്ചേരും. അപ്പൊ ഇതൊക്കെ വളരെ നേരത്തെ നടക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര ശക്തമായ മഴയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ തയ്യാറെടുപ്പുകൾക്ക് ഒരു അയവ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കുട്ടികൾ ഇന്ന് ക്ലാസ് ഉണ്ടാവില്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടി സ്വാഭാവികമായി ഞാനെന്നൊരു പാരന്റ് വാർത്താ ചാനൽ ഇട്ട് നോക്കുകയാണ് ചെയ്യുന്നത്. ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടോ? പക്ഷെ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നമുക്ക് അതിനകത്ത് രോക്ഷം കൊള്ളാനൊന്നും പാടില്ല. കാരണം വെച്ചാൽ അധ്യാപകൻ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ ഒരു അക്കാഡമിക് കലണ്ടർ നമുക്കുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി എന്നാണല്ലോ അവരുടെ ജോലി തന്നെ. അപ്പോ അവർക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ, അത് നേടിയെടുക്കാനുള്ള കൃത്യമായ പ്രവൃത്തി ദിനങ്ങൾ നമുക്ക് കൊടുക്കേണ്ടതുണ്ട് സ്കൂളിൽ. അപ്പൊ ആ അധ്യാപന ദിനങ്ങളൊന്നും തന്നെ തടസ്സപ്പെടാതെ ഇരിക്കാൻ തന്നെയാണ് എപ്പോഴും അത് കളക്ടർ ആയാലും മറ്റ് അധികാരികളായാലും ഇനി സ്കൂൾ മേധാവികളാണെങ്കിലും എല്ലാവരും അതിന് തന്നെയാണ് മുൻതൂക്കം കൊടുക്കുക. ആസ് എ പാരന്റ് ഞാൻ പോലും അത്തരം കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. പക്ഷേ ഇവിടെ വരുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, വളരെ വൈകിയൊക്കെ ഒരു അവധി പ്രഖ്യാപിക്കപ്പെടുകയാണെങ്കിൽ നമ്മൾ ഈ തയ്യാറെടുപ്പുകളൊക്കെ നടത്തി ഒരുപക്ഷെ കുട്ടികൾ സ്കൂൾ ബസ്സിന് കാത്തു നിൽക്കുന്നുണ്ടാവും.
ചിലപ്പോൾ സ്കൂൾ ബസ്സിൽ കയറിയിട്ടുണ്ടാവും. എനിക്ക് തന്നെ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. സ്കൂൾ ബസ്സിൽ കുട്ടികളെയും കയറ്റി വിട്ട് ഞാൻ എന്റെ ജോലി സ്ഥലത്തേക്ക് പോകുന്ന വഴിക്കാണ് കളക്ടർ അവധി ഇപ്പോഴല്ല, വളരെ കുറച്ചു കാലം മുമ്പ് ഒരിക്കൽ അവധി പ്രഖ്യാപിച്ചത്. അപ്പൊ ഓൺ ദ വേ നമുക്കുണ്ടാവുന്ന ഒരു സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ ഹാഫ് വേ സ്കൂളിൽ എത്തിയിട്ടുണ്ടാവും, സ്കൂളിലേക്ക് പോകുന്നു, ഞാൻ ഓൾറെഡി ജോലിക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവരെ ആര് സ്കൂൾ ബസ് തിരിച്ചു വരികയാണെങ്കിൽ ആര് പിക്ക് ചെയ്യും, അവരെ വീട്ടിലേക്ക് ആര് കൊണ്ടുപോകും? ചിലപ്പോൾ ചില വീടുകളിലൊക്കെ ആരും കാണത്തില്ല, ഗ്രാൻഡ് പാരന്റ്സും ആരും കൂടെ ഇല്ലാത്തവരാണെങ്കിൽ ഈ കുട്ടികളെ എവിടെ ഒറ്റയ്ക്ക് ഒരു ദിവസം എങ്ങനെ ആക്കും? ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രമായിരിക്കുമല്ലോ അവധി. അപ്പൊ ഓൺ ദ വേ നമ്മൾ ജോലിക്ക് പൊക്കോണ്ടിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടികളെ എവിടെ ആക്കും, എങ്ങനെ കളക്ട് ചെയ്യും, അവരെങ്ങനെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരും, ഇനി എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു പാതി വഴിക്ക് ഭയങ്കരമായ ഒരു ടെൻഷൻ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അവധി പ്രഖ്യാപിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു റിക്വസ്റ്റ് ആണ്, അത് പലപ്പോഴും ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായി ഇത് ഈ ഒരു ദൈനംദിന ജീവിതത്തിന്റെ ഒരു സാഹചര്യങ്ങൾ രാവിലെ വളരെ നേരത്തെ ആരംഭിക്കുന്ന ദിവസങ്ങളാണ്, രാവിലെ 7-നോ 7:30-ക്കോ ബസ്സിൽ കയറേണ്ട കുട്ടികളാണ്. അപ്പൊ അങ്ങനെ വളരെ ഒഴിച്ചുകൂടാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ മാത്രമേ അത് ചെയ്യേണ്ടതുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അത് നേരത്തെ കൂടി ചെയ്യാൻ വേണം. അല്ലാതെ നമ്മൾ പലപ്പോഴും അതിനകത്ത് ചില ട്രോളുകളും ചില വീഡിയോകളും കമന്റുകളും ഒക്കെ ഞാനും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റിനെയൊന്നും നമ്മൾ അത്രമാത്രം ഗൗരവത്തോടെ കാണേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അത് കുട്ടികൾ ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചു തുടങ്ങി. പിന്നെ പൊതുജനം പലവിധമാണ്, അപ്പൊ അവര് പലതരത്തിലായിരിക്കും റിയാക്ട് ചെയ്യുക. സ്വാഭാവികമായും കുട്ടികൾക്ക് ഒരു ദിവസം അവധി കിട്ടുകയാണെങ്കിൽ അത് സന്തോഷമുള്ള കാര്യമാണ്. അവർക്ക് മഴയാണോ വെയിലാണോ, അല്ലെങ്കിൽ അത് അധ്യാപന ജീവിതത്തെ അല്ലെങ്കിൽ നമ്മുടെ ഒരു അക്കാഡമിക് കലണ്ടറിനെ അത് എങ്ങനെ ഹേർട്ട് ചെയ്യുന്നു, ഇതൊന്നും അവരെ സംബന്ധിച്ചൊരു വിഷയമേ അല്ല. അവരെ സംബന്ധിച്ച് ഒരു ദിവസം അവധി, അവർക്ക് വീട്ടിലിരിക്കാൻ കിട്ടുന്ന ഒരു ദിവസം, വളരെ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഒരു ജീവിതമാണ് സാധാരണ സ്കൂളുള്ള ദിവസം കുട്ടികൾ നേരിടുന്നത്. ഞാൻ പൊതുവിൽ കാണുന്നതാണ്. നമ്മുടെ വീട്ടിൽ തന്നെയാണെങ്കിലും രാവിലെ സ്കൂളിൽ പോകുന്നു, അത് കഴിഞ്ഞാൽ ട്യൂഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ക്ലാസ്സസ് ഉണ്ടാവും, രാത്രി വരുന്നു, ഹോംവർക്ക് ചെയ്യുന്നു, പഠിക്കുന്നു, കിടക്കുന്നു, വീണ്ടും രാവിലെ. അപ്പൊ ഇടയ്ക്ക് ഒരു അവധി എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ മുതിർന്നവരായ നമ്മളോ അധ്യാപകർക്കോ ഒന്നും തന്നെ അതിന് ആ ലാഘവത്തോടു കൂടി കാണാൻ പറ്റില്ല. അത് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത സന്ദർഭത്തിൽ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ സ്കൂൾ കെട്ടിടങ്ങളുടെ ശോചനീയാവസ്ഥ ആയിരിക്കാം ചിലപ്പോൾ ഒരു കാരണം, അല്ലെങ്കിൽ പോകുന്ന വഴിക്കുണ്ടാവുന്ന മരം വീഴുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടങ്ങളോ ആയിരിക്കാം. ഇതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും സുരക്ഷിതമായി സ്കൂളിൽ ക്ലാസ് നടത്താനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ സ്കൂൾ ഉണ്ടാവുക തന്നെയാണ് വേണ്ടത്. അത് മറ്റൊന്നും കൊണ്ടല്ല, കുട്ടികളുടെ വിദ്യാഭ്യാസം ഒരു കാരണവശാലും നമ്മുടെ മാറുന്ന കാലാവസ്ഥയ്ക്ക് അനുസരിച്ചൊന്നും മാറേണ്ടതല്ല. ഓക്കെ, ശരി, ഞാൻ താരയിലേക്ക് വരാം. ഞാൻ ജിനീസിലേക്ക് കൂടി പോവാണ്. ജിനീസ്, അവിടെ എങ്ങനെയാണ് കുട്ടികൾ, ഈ താര പറഞ്ഞതുപോലെ കുട്ടികൾക്ക്, കൂടുതൽ ആളുകൾക്ക് നമ്മൾ കമന്റിൽ, നമ്മൾ തന്നെ രാവിലെ വന്നിട്ട് വാർത്ത വായിക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിന് താഴെ ഒരുപാട് കമന്റുകൾ വരാറുണ്ട്. ഇന്ന് സ്കൂളുണ്ടോ, പാലക്കാട് നിന്നാണ് സ്കൂളുണ്ടോ, ആലപ്പുഴയിൽ സ്കൂളുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കുഞ്ഞുങ്ങൾ തന്നെ കമന്റ് ചെയ്യുന്നത്. അപ്പം അവിടെ ജിനീസിന്റെ കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെയാണ്, പോകാൻ താല്പര്യമുള്ളവരാണോ അതോ മഴ വരുമ്പോൾ ഭയങ്കര സന്തോഷത്തിലാണോ? ഏതെങ്കിലും രീതിയിൽ ഈ അവധി ബാധിച്ചിട്ടുണ്ടോ ജിനീസിനെ? ഹലോ, കേൾക്കുന്നുണ്ടോ? സംസാരിച്ചോളൂ. ഓക്കെ, എനിക്ക് പറഞ്ഞ പോലെ മുമ്പേ രക്ഷിതാവ് പറഞ്ഞ പോലെ തന്നെയാണ് എനിക്കും അഭിപ്രായം. മഴ നമുക്ക് അത്യാവശ്യമാണ്. നമ്മുടെ കാലാവസ്ഥ ഈ സമയത്ത് മഴ തന്നെ അത്യാവശ്യമാണ് നമ്മള്. പിന്നെ നമുക്ക് അവധി പ്രഖ്യാപിക്കുമ്പോൾ ഒരു അറ്റ്ലീസ്റ്റ് ഇച്ചിരി നേരത്തെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ വലിയ ഉപകാരം. കഴിഞ്ഞ ഒരു ദിവസം എന്റെ കുട്ടികൾ 7:10 സ്കൂൾ വാൻ വരും. അപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ റെഡിയായി നിൽക്കുകയാണ് ഞാൻ ന്യൂസ് വെക്കുമ്പോഴാണ് അറിയുന്നത് 6:30 ഇന്ന് സ്കൂൾ അവധിയാണ്. അപ്പം അവരെ രാവിലെ എണീറ്റ് അവരുടേതായ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, അവരെ അതിൻ്റെതായ അറേഞ്ച്മെന്റ് എല്ലാം ചെയ്യണം. അപ്പൊ ഇന്ന് സത്യം പറഞ്ഞാൽ കുട്ടികൾ ഇന്ന് ഞാൻ സ്കൂളിൽ വിട്ടില്ല. സാധാരണ ഇങ്ങനെ മഴ കണ്ടിന്യൂ ചെയ്യുമ്പോൾ സാധാരണ പ്രഖ്യാപിക്കാറുണ്ട്. അപ്പൊ ഈ 9 o'clock കളക്ടർ ഔദ്യോഗികമായി പറയുന്നത് എന്ന സ്കൂൾ അവധിയായിരിക്കും. അപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് ഇവിടെ പവർ കട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ന്യൂസ് കാണാനോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും പറ്റിയില്ല. ഞാൻ ഇന്ന് അവധിയാണെന്ന് വെച്ച് കുട്ടികളെ സ്കൂളിൽ വിട്ടുമില്ല. അത് കഴിയുമ്പോൾ 6:30 അറിയുന്നത് ഇന്ന് സ്കൂളുണ്ട് എന്ന്. അപ്പം ഇങ്ങനെയായ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട്. പറഞ്ഞ പോലെ മുമ്പ് രക്ഷിതാവ് പറഞ്ഞ പോലെ നമ്മൾ സ്കൂൾ അവധിയാണെങ്കിൽ ഞാനും പല മേഖലയിലും കാര്യങ്ങളിൽ പോകുന്നതാണ്. അപ്പൊ നമുക്കും അതിൻ്റെതായ അറേഞ്ച്മെന്റുകൾ ചെയ്യണമെങ്കിൽ നേരത്തെ നമുക്ക് അതിൻ്റെതായ കാര്യങ്ങൾ കിട്ടേണ്ടതാണ്. പിന്നെ കുട്ടികളെ സംബന്ധിച്ചോളം അവർക്കൊരു ഇടയ്ക്ക് ഇപ്പം ഏർലി മോർണിംഗ് അവർ എണീറ്റ് എല്ലാം തയ്യാറെടുക്കുന്നത് കൊണ്ട് അവർക്ക് ഇടയ്ക്കൊരു ലീവ് കിട്ടുമ്പോൾ അവർ ഭയങ്കര ഒരു
ആവേശമാണ്, അവർക്കൊരു ഹാപ്പിനെസ് ഉണ്ടാകാറുണ്ട്. ദെൻ എന്റെ അഭിപ്രായം എന്ന് വെച്ചാല് അവധി അങ്ങനെ ഇപ്പം ഇവര് ടൗണിലെ സ്കൂളിലാണ് പഠിക്കുന്നത്, ഇവരുടെ ഏരിയയിൽ അങ്ങനെ പ്രശ്നങ്ങൾ, പാഴക്കെട്ടിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. എന്നിരുന്നാൽ പോലും ചില കുട്ടികൾക്ക് വെള്ളപ്പൊക്കത്തിന്റെ ഭീഷണികൾ ഉണ്ടാവുന്നുണ്ട്. അപ്പം അതും എല്ലാം നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം നമ്മള് ടൗൺ ഏരിയ താമസിക്കുമ്പോൾ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടില്ല. പക്ഷെ ചില കുട്ടികളും വെള്ളം നീന്തി വരുന്നവരും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പം അതില് എങ്ങനെയാണെന്ന് വെച്ചാല് അത് കാലാവസ്ഥക്കാരും കളക്ടറേഴ്സോ എല്ലാവരും കൂടെ നിയമിച്ചുകൊണ്ട് ഔദ്യോഗികമായ ലീവിന്റെ കാര്യങ്ങൾ നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ നമുക്കും രക്ഷിതാക്കൾക്കും ഒരു മനസ്സ് നമുക്ക് തയ്യാറെടുക്കാൻ പറ്റും. അതാണ് എന്റെ അഭിപ്രായം. ശരി ജിന്നിസ്, വ്യക്തമാണ്. ശ്രീ ജോജി കൂട്ടുമ്മൽ, നമ്മൾ ഈ സംസാരിച്ചുകൊണ്ട് വന്നത് സത്യത്തിൽ അങ്ങനെ മൊത്തത്തിലൊരു അവധി കൊടുക്കേണ്ട സാഹചര്യം നമുക്കിപ്പോൾ ഇല്ല എന്നാണ് താങ്കൾ ആമുഖമായി പറഞ്ഞു വന്നത്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ഈ വിഷയത്തിൽ? ഈ നേരത്തെ അവധി പ്രഖ്യാപിക്കണം അല്ലെങ്കിൽ കുറച്ചുകൂടി നേരത്തെ ആയാൽ നന്നായിരുന്നു എന്ന് രക്ഷകർത്താക്കൾ പറയുമ്പോൾ അതിനകത്ത് അതിന് കുറേ ഘടകങ്ങളില്ലേ? ഏത് രീതിയിലാണ് ഈ അവധി പ്രഖ്യാപിക്കുന്നത്, എന്തിനെ അടിസ്ഥാനമാക്കിയാണ് അവധി പ്രഖ്യാപിക്കുന്നതെന്ന് പലർക്കും സംശയങ്ങളുണ്ടായിരിക്കും. അപ്പം ഞാൻ ഇങ്ങനെ ഇതിനെക്കുറിച്ച് തിരഞ്ഞപ്പോൾ ഏറ്റവും പ്രധാനമായി കണ്ടത് പല ഘടകങ്ങൾ ഈ അവധിയെ ബാധിക്കും. പ്രത്യേകിച്ച് റവന്യൂ വകുപ്പിൻ്റെ കാഷ്വാലിറ്റി റിപ്പോർട്ട്, അതുപോലെ തന്നെ കാലാവസ്ഥ റിപ്പോർട്ട്, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കും അവധി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കിക്കൊണ്ട് അവധി പ്രഖ്യാപിക്കുമ്പോൾ ഇത് നേരത്തെ ആയാൽ കൊള്ളാം, അല്ലെങ്കിൽ ഒരു 6 മണിക്കോ അല്ലെങ്കിൽ തലേ ദിവസമോ ഒക്കെ പ്രഖ്യാപിക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഇല്ല. അപ്പം നമ്മൾ അതും കൂടി മനസ്സിലാക്കണ്ടേ ശ്രീ ജോജി കൂട്ടുമ്മൽ? നമുക്ക് ഇതാണ് അടുത്ത 3 മണിക്കൂർ സമയത്തെ കാലാവസ്ഥ പോലും നമുക്ക് ഇപ്പോ കൃത്യമായി പ്രവചിക്കാൻ കഴിയുന്നുണ്ട്. ഇന്നലെയും ഇന്നുമൊക്കെ വന്ന മുന്നറിയിപ്പുകൾ അങ്ങനെയാണ്. അടുത്ത 3 മണിക്കൂർ സമയത്തിനുള്ളിൽ ഇന്നിന്ന സ്ഥലങ്ങളിൽ മഴ പെയ്യും എന്നാണ്. അത്രയും കൃത്യമായി നമുക്ക് പ്രവചിക്കാൻ കഴിയുന്ന സ്ഥിതിക്ക് കളക്ടർക്ക്, അവധി പ്രഖ്യാപിക്കുന്ന അധികാരിക്ക്, കാലാവസ്ഥാ വകുപ്പിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ, അതുപോലെ ഫയർ ആൻഡ് സേഫ്റ്റി വകുപ്പിന്റെ ഒക്കെ ആളുകൾ അടങ്ങുന്ന ഒരു ടെക്നിക്കൽ ടീം ഈ കാര്യങ്ങളിൽ കളക്ടർക്ക് ഉപദേശം കൊടുക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യുന്നതിനേക്കാൾ നേരത്തെ ഈ അവധി പ്രഖ്യാപിക്കാം. വേണമെങ്കിൽ, അവധി ആവശ്യമുണ്ടെങ്കിൽ. അതൊരു ശരിയായ ഭാഗമാണ്. അവധി പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ അത് മതിയായ സമയത്തിന് മുൻപ് പ്രഖ്യാപിക്കണം. കഴിഞ്ഞ വർഷമൊക്കെ കുട്ടികൾ സ്കൂളിൽ വന്നതിന് ശേഷം അവധി പ്രഖ്യാപിച്ച സമയം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒഴിവാക്കാൻ പറ്റും. അത് ഒഴിവാക്കാനുള്ള സംവിധാനങ്ങൾ, സാങ്കേതിക സംവിധാനങ്ങൾ നമുക്കിപ്പോ ഉണ്ട്. എല്ലാ വകുപ്പുകളും അതിന് സജ്ജമാണ്. അങ്ങനെ ഫലപ്രദമായ ടെക്നിക്കലി ശരിയായിട്ടുള്ള ഒരു ഉപദേശം ഇക്കാര്യത്തിൽ കളക്ടർക്ക് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അറിഞ്ഞിടത്തോളം കളക്ടർ ഇപ്പൊ ആശ്രയിക്കുന്നത് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിനെയും ദുരന്ത നിവാരണ വകുപ്പിന്റെ മുന്നറിയിപ്പിനെയുമാണ് കളക്ടർ ഇപ്പൊ ആശ്രയിക്കുന്നത്. അതിനേക്കാൾ ഉപരി ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ സ്പെസിഫിക്കായി ചുമതലപ്പെടുത്തപ്പെട്ട ഒരു സംവിധാനം വേണം. ആ സംവിധാനം ഉണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞതുപോലെ അത് രാവിലെ 6 മണിക്കെങ്കിലും ഒരു പ്രഖ്യാപനം നടത്താൻ, ഒരു അറിയിപ്പ് കൊടുക്കാൻ നമുക്ക് കഴിയും. അങ്ങനെയുള്ള ഒരു സംവിധാനം ഇപ്പോൾ ഉണ്ടോ എന്നറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് കാര്യക്ഷമമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ആവശ്യം വളരെ ശരിയാണ്. അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് മുൻകൂട്ടി മതിയായ സമയം കൊടുത്ത് പ്രഖ്യാപിക്കണം. കാരണം ഇപ്പോ നമ്മുടെ വീടുകളെല്ലാം അണുകുടുംബങ്ങളാണ്. അച്ഛനും അമ്മയും 2 മക്കളുമാണ് ഭൂരിഭാഗം വീടുകളിലും ഉള്ളത്. അതുകൊണ്ട് കുട്ടികളെ സ്കൂളിലേക്ക് അയച്ചു കഴിഞ്ഞാൽ മാത്രമേ അച്ഛനും അമ്മയ്ക്കും അവരുടെ ജോലിക്കൊക്കെ പോകാൻ സാധിക്കുകയുള്ളൂ. കുട്ടികൾ പാതി വഴിയിലായി കഴിയുമ്പോൾ പ്രഖ്യാപിക്കുന്ന അവധികൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് അധികാരികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവധി കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് കളക്ടറെ ആക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല. അവധി പ്രഖ്യാപിക്കേണ്ടത് ഒരു ടെക്നിക്കൽ റിപ്പോർട്ടിന്റെ, ടെക്നിക്കൽ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ആ ഉപദേശം കിട്ടുന്നുണ്ടെങ്കിലാണ് അത് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി താര, നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ താര പറഞ്ഞു ഈ ഫേസ്ബുക്ക് കമന്റുകളെ ഒന്നും അത്ര ഗൗരവത്തിലെടുക്കേണ്ട എന്നൊരു വാക്യം താങ്കൾ പറഞ്ഞു. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ കളക്ടർമാരുടെ പേജുകൾ, ഒഫീഷ്യൽ പേജുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണിക്കുന്നുണ്ട്. ആലപ്പുഴ കളക്ടർ പങ്കുവച്ച ഒരു പോസ്റ്റ്, അദ്ദേഹം ഇന്ന് ആലപ്പുഴ ജില്ലയിൽ അവധിയില്ല ഗൈസ് എന്ന് പറഞ്ഞൊരു ചിത്രമാണ് പങ്കുവച്ചത്. അത്രത്തോളം ജനങ്ങളുമായി അടുത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ പുതുതലമുറയുമായി അത്രത്തോളം അടുത്ത് നിൽക്കാനൊക്കെ ആഗ്രഹിക്കുന്ന കളക്ടർമാർ നമുക്കുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ അവരുമായൊരു പാലം തരുമ്പോൾ നമ്മൾ അവിടെ കയറി വീണ്ടും
അത് നെഗറ്റീവ് അടിക്കുക, അല്ലെങ്കിൽ അതിന് താഴെ പോയി മോശം കമന്റ് ഇട്ട് അവർക്ക് ആ കമന്റ് ബോക്സ് തന്നെ ബ്ലോക്ക് ചെയ്ത് വെക്കേണ്ട അവസ്ഥയൊക്കെ വരുന്നു. അതൊക്കെ കുറച്ച് ഗൗരവത്തോടെ കാണേണ്ട വിഷയമല്ലേ? അത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇപ്പം നിങ്ങൾ മാധ്യമപ്രവർത്തകരാണ്. ഇലക്ട്രോണിക് മീഡിയയ്ക്കും പ്രിന്റ് മീഡിയയ്ക്കും ഒക്കെ സ്വാഭാവികമായ ഒരു മോണിറ്ററിംഗ് സെല്ലുണ്ട്, അല്ലെ? ഒരു അതോറിറ്റി ഉണ്ട്, അതിന്റെ ഡൂസ് ആൻഡ് ഡോൺസ് ഒക്കെ മോണിറ്റർ ചെയ്യാനും അതിന്റെ. പക്ഷെ സോഷ്യൽ മീഡിയക്ക് ഇപ്പോഴും പലതരത്തിൽ അങ്ങനത്തെ ഒരു മോണിറ്ററിംഗ് ഒരു അതോറിറ്റി ഇല്ല. പലപ്പോഴും അത് കൈകാര്യം, എനിക്കൊന്ന് സോഷ്യൽ മീഡിയ അധികവും വിദേശ അല്ലെങ്കിൽ ആ ഒരു മുതലാളിത്തം ആ ഒരു രീതിയിൽ വരുന്നത് കൊണ്ടായിരിക്കാം നമുക്ക് റീജിയണലി ഒന്നും ചെയ്യാൻ പറ്റുന്നുമില്ല, ഒരു ആക്ഷൻ എടുക്കാം. ഇപ്പൊ സൈബർ തന്നെ നമുക്കറിയാം, സൈബർ ആക്ടും സൈബർ നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇതിനെക്കുറിച്ച് നമ്മുടെ നാട്ടുകാർക്കൊന്നും വലിയ ധാരണയൊന്നുമില്ല. പിന്നെ ഈ അവധിയില്ല ഗൈസ് എന്ന് പറയുന്ന ആ ഒരു മനോഭാവത്തിൽ തന്നെയായിരിക്കും അവര് തിരിച്ച് അതേ രീതിയിൽ അവർ കമന്റ് ഇടുക. നമ്മൾ ഗൈസ് എന്നൊക്കെ വിളിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ അതൊക്കെ നല്ലത് തന്നെയാണ്, കുറച്ചുകൂടെ ജനകീയമാകാനുള്ള ഒരു കളക്ടറുടെ ഒരു തോട്ടായിരിക്കാം. കുട്ടികളും അല്ലെങ്കിൽ പുതിയ യുവതലമുറയുമായി അടുത്ത് നിൽക്കുന്ന വാചകങ്ങൾ ഉപയോഗിക്കുന്നതൊക്കെ. പക്ഷെ നമ്മൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ തിരിച്ച് ഇപ്പൊ നമ്മൾ അങ്ങോട്ട് തോളിൽ കൈയിടുകയാണെങ്കിൽ നമ്മുടെ തോളിലും കൈയിടപ്പെടും, അല്ലെ? കൈയിടും. അപ്പൊ സ്വാഭാവികമായ ആ ഒരു ഫ്രീഡത്തിന്റെ പേരിൽ അവരും അവരുടെ കമന്റുകൾ ഷെയർ ചെയ്യും. അപ്പൊ ആ കമന്റുകളെ പോസിറ്റീവായാലും നെഗറ്റീവായാലും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മെച്യൂരിറ്റിയിലേക്ക് അതോറിറ്റീസും മാറണം. പിന്നെ സ്വാഭാവികമായിട്ടും നെഗറ്റീവ് കമന്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് കമന്റിനെക്കാളും ഏതൊരു വിഷയത്തിലും അത് നമുക്ക് ഒരാളെയും കുറ്റമൊന്നും പറയാൻ പറ്റില്ല. അതൊരു സൈക്കോളജിക്കൽ ഒരു റിയാക്ഷൻ ആണ്. മനുഷ്യരെല്ലാരും കൂടുതൽ പോസിറ്റീവ് നല്ലത് പറയുന്നതിനെക്കാട്ടി നെഗറ്റീവ്സ് ആണ് നമ്മൾ പറയാറ്. പിന്നെ പൊതുജനങ്ങൾക്ക് എനിക്ക് തോന്നുന്നു, ഇപ്പം ഞാൻ അടങ്ങുന്ന ഒരു ജനങ്ങൾക്ക് എങ്ങനെയാണ് അവധി പ്രഖ്യാപിക്കുന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണയൊന്നുമില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ ഇപ്പം സാറ് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി, സ്വാഭാവികമായിട്ടും കാഷ്വാലിറ്റീസിന്റെയോ അല്ലെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു റിപ്പോർട്ടിന്റെ ബേസിസിലോ അല്ലെങ്കിൽ കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ടിന്റെ ബേസിസിലോ ഒക്കെ ആയിരിക്കണം ഇത് നടത്തുക. അതങ്ങനെ തന്നെ ആവാൻ ചാൻസ് ഉള്ളൂ. പക്ഷെ ഇത്തരം കാര്യങ്ങളൊന്നും ഇവിടുത്തെ കൊച്ചു കുട്ടികൾക്കോ യുവജനങ്ങൾക്കോ പൊതുജനങ്ങൾക്കോ ഒന്നും തന്നെ ധാരണയില്ല. അവര് വിചാരിക്കുന്നത് മാനത്ത് മഴക്കാറ് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശക്തമായി മഴ പെയ്തു കഴിഞ്ഞാൽ അവധിയാണ് എന്നുള്ളത്. എന്റെ കുട്ടികളെ, എനിക്ക് 2 കുഞ്ഞുങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായി എനിക്കറിയാം 9 ജില്ലകൾക്ക് അവധി, 8 ജില്ലകൾക്ക് അവധി എന്ന് പറയുമ്പോൾ അവരിങ്ങനെ വായിക്കും ഏതൊക്കെ ജില്ലകൾക്കാണ് അവധി എന്നുള്ളത്. അവർ വളരെ ആകാംക്ഷയോട് വായിക്കും, ഞങ്ങളുടെ ജില്ലയും കൂടെ അവധി പെടുന്നതാണോ. അതിനാണ് എനിക്ക് തോന്നുന്നു പലപ്പോഴും മഴ നടക്കുമ്പോൾ കുട്ടികൾ വാർത്താ ചാനലുകൾ തന്നെ വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്നതെന്ന് തോന്നാറുണ്ട്. രാവിലെ എഴുന്നേറ്റാൽ എന്റെ വീട്ടിൽ പോലും സ്വാഭാവികം നടക്കുന്നത് ആദ്യം പിള്ളേർ വന്ന് ഏതെങ്കിലും ന്യൂസ് ചാനൽ വെച്ച് നോക്കി ഇന്ന് അവധി ഉണ്ടോ എന്ന് നോക്കും. അത് സ്വാഭാവികമാണ്. കളക്ടറുടെ പേജിൽ കയറി നോക്കുക, ഇതൊക്കെ ഒരു കോമൺ ആയി കഴിഞ്ഞു. പക്ഷെ അതിനെയൊന്നും നമ്മൾ അയ്യോ കളക്ടർ അവധി പ്രഖ്യാപിച്ചില്ല എന്നൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കുട്ടികളെ, നമുക്ക് ചുറ്റിനുള്ള സമൂഹത്തെ ഇതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം. പിന്നെ അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെയൊക്കെ മൊബൈലിൽ തന്നെ വെതർ അപ്ഡേറ്റ്സിലൊക്കെ അറിയാമല്ലോ, അടുത്ത 1 അവറിനുള്ളിൽ മഴ പെയ്യും, അല്ലെങ്കിൽ 2 മണിക്കൂറിനുള്ളിൽ മൂടൽമഞ്ഞ് ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് അപ്ഡേറ്റ്സ് ഈവൻ നമ്മുടെ ഗാഡ്ജറ്റ്സിൽ വരെ വരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഇതിനേക്കാളും മെച്ചപ്പെട്ടൊരു സംവിധാനം കാലാവസ്ഥാ വകുപ്പിന്റെ കീഴിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ വകുപ്പ് അതിന്റെ ഒരു നിർദ്ദേശപ്രകാരം, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ജില്ലാ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ കാഷ്വാലിറ്റീസിന്റെ ഒക്കെ റിപ്പോർട്ട് പ്രകാരമൊക്കെ കുറച്ചുകൂടെ നേരത്തെ പ്രഖ്യാപിക്കപ്പെടണം. അത് കുടുംബജീവിതത്തില് അതിന്റെ ഒരു ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു വീട്ടമ്മ എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. രാവിലെ കുട്ടികളെ സ്കൂളിലേക്ക് ഇറക്കി വിടേണ്ട വലിയൊരു തത്രപ്പാടാണ്. ആ തത്രപ്പാടിൽ പാതി വഴിക്കാവുകയോ അല്ലെങ്കിൽ കാത്തു നിന്നിട്ട് ബസ് വരാതിരിക്കുമ്പോഴാണ് അവധിയാണെന്ന് അറിയുമ്പോഴൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പിന്നെയുള്ള ആ ദിവസത്തെ ജോലിക്ക് പോകാനും മറ്റുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനും നേരിടേണ്ടി വരാറുണ്ട്. പിന്നെ മാത്രമല്ല, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിരാവിലെ വിളിച്ചുണർത്തി കുളിപ്പിച്ച് എത്ര തണുപ്പായാലും മഴയായാലും നമ്മൾ അവർക്ക് ഭക്ഷണവും കൊടുത്ത് പറഞ്ഞു വിടുകയാണ്. അപ്പൊ അവർക്കൊരു ഇത്രയൊക്കെ ചെയ്തിട്ടും സ്കൂളില്ലെങ്കിൽ നമുക്കൊരു അല്പ സാവകാശം രാവിലത്തെ ദിനചര്യകൾ തുടക്കത്തിൽ തന്നെ കിട്ടുമല്ലോ. അതൊക്കെ കൊണ്ടാണ് നേരത്തെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നൊരു വീട്ടമ്മ എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നത്. പക്ഷെ സ്വാഭാവികമായി അതിന്റെ സാങ്കേതിക വശം മറ്റൊന്ന് തന്നെ ആയിരിക്കാം. ജില്ലാ കളക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഉത്തരവാദിത്തമുള്ള ഒരു പൊസിഷനിലിരിക്കുന്ന അദ്ദേഹത്തിന് മഴ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുട്ടികൾക്ക് സ്കൂളിൽ പോകണം എന്ന മാത്രം പരിഗണിച്ചുകൊണ്ട് അവധി പ്രഖ്യാപിക്കാൻ പറ്റില്ല. എന്നാലും സാഹചര്യങ്ങൾ ഒരു സാധാരണക്കാരി എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ കമന്റുകളൊക്കെ അത് ഇനിയും സംഭവിക്കും. നമ്മൾ അതിന്റെ സ്പിരിറ്റിലെടുക്കുക. കുട്ടികൾക്കിടയിലും യുവജനങ്ങൾക്കിടയിലും അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കിടയിലും ഇത്തരത്തിലൊരു റിയാക്ഷൻ ഉണ്ടാവാതിരിക്കാൻ ഏത് വിഷയത്തിലായാലും
കുറച്ചൊരു പോസിറ്റീവ് റിയാക്ഷൻസ് കമന്റിലായാലും അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും ഉൾക്കൊള്ളുന്നതിലും ഇത് ക്രമേണ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരാനേ പറ്റുള്ളൂ. ഒരു പൊടുന്നനെ മാറ്റാൻ പറ്റുന്ന ഒരു സംവിധാനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവരുടെ കയ്യിലും സോഷ്യൽ മീഡിയ ആക്സസ് ഉണ്ട്. അതെ. ജെനിസ്, ഞാൻ താങ്കളിലേക്ക് വരുമ്പോൾ താങ്കൾ പറഞ്ഞു ഇന്ന് കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയച്ചില്ല, അപ്പോഴേക്ക് സ്കൂൾ അവധിയല്ലായിരുന്നു, പക്ഷെ നേരത്തെ തീരുമാനം എടുത്തുകൊണ്ട് കുട്ടികളെ വിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം വരും. നേരത്തെ നമ്മൾ തീരുമാനം എടുത്തു കഴിയുമ്പോൾ ക്ലാസ് ഉണ്ടെന്ന് പറയുമ്പോൾ പിന്നെ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട്. ഇനി നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കണം കുഞ്ഞുങ്ങൾക്ക്, അവരുടേതല്ലാത്ത കാരണം കൊണ്ട് അവർ പോകാതിരിക്കുന്നു. അങ്ങനെ ഒരു ടെൻഷനും കൂടി രക്ഷകർത്താക്കൾക്ക് വരുമല്ലേ സ്വാഭാവികമായിട്ടും? തീർച്ചയായിട്ടും. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. തീർച്ചയായിട്ടും. ഇപ്പൊ എന്റെ മോള് പറയാമേ നാളത്തേക്ക് നോട്ട്സുകൾ ഉണ്ടാവും എന്നൊക്കെ എന്നോട് അഭിപ്രായപ്പെടുകയും ഒക്കെ ചെയ്തു. അതാണ് പറഞ്ഞത്. ഞാൻ വെച്ചാൽ നമ്മള് പറയുന്നത് ഇപ്പൊ എല്ലാ സാങ്കേതിക കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നമുക്ക് നേരത്തെ അവധി നമ്മളോട് പറയുകയാണെങ്കിൽ നമുക്ക് അതിനായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ കളക്ടറിന് മോശമായ റിപ്പോർട്ട്സുകൾ കൊടുക്കുന്നതൊക്കെ അത് മോശമായ കാര്യങ്ങളാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ ബഹുജനം പലവിധം തന്നെയല്ലേ, അതെല്ലാരും സ്വാഭാവികമായി മനസ്സിലാക്കുക. പിന്നെ അവധിയുടെ കാര്യങ്ങൾ ചിലർക്ക് പവർ കട്ടുകൾ ഉണ്ടാവാം. അപ്പം അങ്ങനെ നമുക്ക് ന്യൂസ് ആ സമയത്ത് കിട്ടണമെന്നില്ല. ശരി. ശ്രീ ജോജി കുട്ടുമ്മൽ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ നമ്മൾ പറഞ്ഞ കുറെ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, ഏതൊക്കെ ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഈ അവധി പ്രഖ്യാപിക്കുന്നത്. അതിൽ വരുന്ന ഒരു കാര്യം കൂടിയാണ് ഈ സ്കൂൾ കലണ്ടർ അല്ലെങ്കിൽ വിദ്യാഭ്യാസ കലണ്ടർ എന്നുള്ളത്. ഇനി ഒരുപാട് പോർഷൻ തീരാനുള്ള സമയമാണ്. അങ്ങനെയെങ്കിൽ ആ സമയത്ത് അവധി കൊടുക്കണോ എന്നുകൂടി കളക്ടർ ചിന്തിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പോർഷൻ തീരുക എന്നുള്ളൊരു കാര്യം അധ്യാപകരെ സംബന്ധിച്ച് അത് വലിയ വിഷയമല്ലേ? ഒരുപാട് അവധികൾ ഇങ്ങനെ വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങൾ, പോർഷൻ തീർക്കാനുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല എന്നൊക്കെ വരുമ്പോൾ അതും ഗൗരവമുള്ള വിഷയമല്ലേ? ശ്രീ ജോജി കുട്ടുമല്ലാണ് താങ്കൾ പറഞ്ഞോളൂ. തീർച്ചയായും ഈ സാധ്യായ ദിവസങ്ങൾ ഏറ്റവും കുറവുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. നമ്മള് 200 ദിവസം സാധ്യായ ദിവസം വേണം എന്നാണ് നമ്മുടെ വിദ്യാഭ്യാസ അധികാരികൾ പ്രതീക്ഷിക്കുന്നത്. അത് 220 ആക്കണം പ്രൈമറി സ്കൂളുകളിൽ എന്നുള്ള നിർദ്ദേശവും ശുപാർശയും ഇപ്പൊ തന്നെ ഉണ്ട്. ഇതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ പാഠപുസ്തകങ്ങൾ, പാഠ്യപദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. ആ സാധ്യായ ദിവസങ്ങൾ പോലും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ആണ് വാസ്തവം. സാധ്യായ ദിവസം എന്ന് പറഞ്ഞാൽ സ്കൂൾ പ്രവർത്തിക്കുന്ന ദിവസങ്ങൾ എന്നല്ല അർത്ഥം. അധ്യാപികയും കുട്ടികളും മുഖാമുഖം ക്ലാസ് മുറിയിൽ ഇരുന്ന് പഠന പ്രവർത്തനങ്ങൾ നടത്തുന്ന ദിവസങ്ങളെയാണ് സാധ്യായ ദിവസം എന്ന് വിളിക്കുന്നത്. ആ സാധ്യായ ദിവസം 200 എണ്ണമെങ്കിലും കിട്ടണം, 220 ആക്കണം എന്ന് ആധുനികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ വരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെ അപ്രതീക്ഷിതമായി അവധികൾ തുടർച്ചയായി വരുന്നത് വിദ്യാഭ്യാസ പ്രക്രിയയെ ബാധിക്കും. പോർഷൻ തീർക്കുക എന്നുള്ളതല്ല, കുട്ടികൾക്ക് കിട്ടേണ്ട ചില ശേഷികളുണ്ട്. അധ്യാപിക കുട്ടികൾക്ക് കൈമാറി കൊടുക്കേണ്ട ചില കഴിവുകളുണ്ട്, ശേഷികളുണ്ട്, പാഠ്യപദ്ധതി ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള സമയം കിട്ടണം. അത് കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ പഠന പ്രവർത്തനം മൊത്തത്തിൽ അവതാളത്തിലാവും. അല്ലെങ്കിൽ പിന്നെ ഈ ദിവസങ്ങളൊക്കെ കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് മറ്റ് ദിവസങ്ങളിൽ, മഴയില്ലാത്ത ദിവസങ്ങളിൽ കൂടുതൽ സമയമോ കൂടുതൽ ദിവസമോ സ്കൂളുകൾ പ്രവർത്തിക്കേണ്ടതായി വരും. ഇങ്ങനെ പ്രഖ്യാപിക്കുന്ന അവധിക്കൊന്നും അങ്ങനെ പകരം സാധ്യായ ദിവസങ്ങൾ തീരുമാനിക്കുന്നില്ല. അതൊരു പോരായ്മയാണ്. അതുകൊണ്ട് നമുക്ക് അവധി കൊടുക്കുക എന്നത് പരമാവധി കുറച്ചുകൊണ്ടുവരികയും ഏറ്റവും അനിവാര്യമായ ദിവസം ഏറ്റവും അനിവാര്യമായ സ്ഥലത്തു മാത്രം അവധി പ്രഖ്യാപിക്കുകയും വേണം. ഒരിക്കലും ജില്ല ഒരു യൂണിറ്റ് ആകാൻ പാടില്ല. ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ ചെറിയ ഒരു ബ്ലോക്ക് പ്രദേശം, ചിലപ്പോൾ ഒരു പഞ്ചായത്തിന്റെ ചെറിയ ഒരു പ്രദേശത്തായിരിക്കും വെള്ളക്കെട്ട് ഉണ്ടാവുക അല്ലെങ്കിൽ അപകടം ഉണ്ടാവുക. അത്തരം പ്രദേശങ്ങളെ, മൈന്യൂട്ടായ പ്രദേശങ്ങളെ കണ്ടു മനസ്സിലാക്കി ആ പ്രദേശത്ത് അവധി കൊടുക്കാൻ പ്രാദേശികമായ അധികാര സംവിധാനം ഉണ്ടാവണം. അതാണ് വേണ്ടത്. കളക്ടർക്ക് അദ്ദേഹത്തിന്റെ ജില്ല മൊത്തത്തിലാണ് കാണാൻ പറ്റുക. ഒരുപക്ഷെ പ്രാദേശികമായ നമ്മുടെ പ്രാദേശിക ഭരണ സംവിധാനങ്ങളുണ്ട്, പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ ഒക്കെ. അവിടെ ഇത്തരത്തിലേക്കുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള ആളുകളുടെ സേവനം കൊടുക്കാൻ പറ്റിയാൽ, അവിടെ തുടർച്ചയായി അത്തരം സേവനം കൊടുക്കാൻ പറ്റിയാൽ നമുക്ക് പ്രാദേശികമായി അവധികൾ പ്രഖ്യാപിക്കാം. അങ്ങനെ ഏറ്റവും അനിവാര്യമായ സമയത്ത് ഏറ്റവും അനിവാര്യമായ സ്ഥലത്ത് മാത്രം ബാധകമാക്കുന്ന ഒന്നാകണം അവധികൾ. ആ ഒരു പൊതു സമീപനം എടുക്കുകയാണ് വേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. സോഷ്യൽ മീഡിയയുടെ കാര്യത്തിൽ നമ്മുടെ സമൂഹം ഒരു പുതിയ
ദിശ ഇപ്പൊ ഉണ്ടായി വരുന്നുണ്ട്. അതെ. മറ്റുള്ളവർ തങ്ങളുടെ വിയോജിപ്പുകൾ പറയാൻ വേണ്ടി, എതിരഭിപ്രായം പറയാൻ വേണ്ടി മോശമായ വാക്കുകൾ ഉപയോഗിക്കുക, മോശമായ പദപ്രയോഗങ്ങൾ, ഭാഷ, ഒരുപക്ഷെ നമ്മൾ മുഖാമുഖം നിന്ന് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാത്ത പല ഭാഷകളും പല വാക്കുകളും ശരിയാണ്. ഒക്കെ സോഷ്യൽ മീഡിയയിൽ. തീർച്ചയായിട്ടും താങ്കൾ അത് തന്നെയാണ് താങ്കൾ പറഞ്ഞു വരുന്നത് വ്യക്തമാണ്. നമുക്ക് സമയപരിമിതി കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. അദ്ദേഹം പറഞ്ഞു വരുന്നതാണ് നമുക്ക് അവധി ഉണ്ടോ എന്ന് ചോദിക്കാം, പക്ഷെ അവധി തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അതിൽ കയറി കമന്റ്, മോശം കമന്റ്, നമുക്കൊരു വാതിൽ അടയ്ക്കപ്പെടുകയാണ്. ഈ കാസർഗോഡ് ജില്ലാ കളക്ടറുടെ കമന്റ് ബോക്സ് അവർ അടച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നീട് അവരോട് സംസാരിക്കാനുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗം നമ്മൾ തന്നെ ഇല്ലാതാക്കുന്നു എന്നുള്ളത് കൊണ്ട് ആണ് നമ്മൾ കാണേണ്ടത്. അത് കുട്ടികളായാലും രക്ഷിതാക്കളായാലും അത് ശ്രദ്ധിക്കുക തന്നെ വേണം. എല്ലാ അതിഥികൾക്കും നന്ദി. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം.